بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين ولا بد കൂടാണ്ട് കഴിയുകയില്ല ലിത്വാലിബിൽ ഇൽമി ഇൽമി തേടുന്നവന് മിൻ തഹമ്മുലിൽ മശഖ്ഖ ബുദ്ധിമുട്ടുകൾ കുറച്ച് സഹിക്കേണ്ടി വരും ഇൽമി തേടുന്നതിന് വൽ മദല്ല ഫി തറബിൽ ഇൽമി ഇൽമിനെ തേടുന്നതിൽ ബുദ്ധിമുട്ടുകളും നിസാരതകളും കുറച്ച് സഹിക്കേണ്ടി വരും. വത്തമല്ലുഖു മദ്മൂമുൻ തമല്ലുഖ് വല്ലാതെ ഒന്നിനെ സ്നേഹിക്കുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നും സഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ. വത്തമല്ലുഖു മദ്മൂമുൻ വല്ലാതെയുള്ള സ്നേഹം അത് മോശമാണ്. പ്രേമം തന്നെ ഭയങ്കര പ്രേമാകുമ്പോൾ അത് വളരെ മോശമല്ലേ? അതാ പറഞ്ഞതിനർത്ഥം. വത്തമല്ലുഖു ഇനി അതിന് വേണമെങ്കിൽ മറ്റു വർത്താനമൊക്കെ പറയാം, ഇംഗ്ലീഷിലൊക്കെ പറയല്ലോ, ലവ് എന്നൊക്കെ പറയുമല്ലോ ആൾക്കാർ. ലവാർബഷറത്തിൻ ഈ മുസീൻ പോയക്കില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൾക്കാർ ലവ് എന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ ലവെന്നോ പ്രേമെന്നോ പിന്നെന്താ സ്നേഹമെന്നോ, അത് അതിരറ്റ സ്നേഹം അതതിൻ്റെ അർത്ഥം. ആ ഭയങ്കര സ്നേഹം പാടില്ല. എന്തിനൊഴിച്ച് ഇല്ലാ ഫീ തലബിൽ ഇൽമി തേടുന്നതിൽ ഇഷ്ടം പോലെ സ്നേഹിക്കും. ഫൈനഹു ലാ ബുദ്ദ ഇൽമിനെ തേടുന്നതിന് കൂടാണ്ട് കഴിയില്ല മിന തമല്ലുഖ് ഭയങ്കര സ്നേഹം വേണം, ആത്മാർത്ഥ സ്നേഹം വേണം. ലിൽ ഉസ്താദ് ഉസ്താദിനോട്, വശുറക്കായി കൂട്ടുകാരോട്, വഗൈരിഹിം മറ്റുള്ള ആലിമീങ്ങളോട്, മറ്റുള്ള മുത്തഅല്ലിമീങ്ങളോട്, എല്ലാവരോടും ഭയങ്കരം പ്രേമമല്ല പ്രേമം. മനസ്സിലായില്ലേ? പ്രേമം എന്ന് പറഞ്ഞാൽ പോലെ പ്രേമം. ഇവരോടെല്ലാം ഭയങ്കര സ്നേഹം ഉണ്ടെങ്കിൽ ഇൽമു കിട്ടും. ഇതിലെ പറയപ്പെട്ടു അൽ ഇൽമു ഇസ്സ്, ഇൽമു ഉന്നതിയാണ്. ലാ ദുല്ലുൻ അത് നിസാരതയല്ല. മനസ്സിലായില്ല? ലാ ദുല്ല ഫീഹി ഇൽമിൽ നിസാരതയില്ല. പക്ഷെ ലാ യുദ്റഖു ഇൽമിനെ എത്തിക്കപ്പെടുകയില്ല ഇല്ലാ ബിദില്ലിൻ ലാ ഇസ്സ ഫീഹി ഇസ്സത്തില്ലാത്ത ദില്ലത്ത് കൊണ്ടല്ലാതെ. ഇസ്സത്തില്ലാത്ത ദില്ലത്ത് എന്ന് പറഞ്ഞാൽ വല്ലാതെ സ്നേഹിക്കുമ്പോൾ ചിലപ്പോൾ ഉസ്താദുമാർ അടിക്കും, അല്ലെങ്കിൽ സുറക്കാക്കൾ ചീത്ത വിളിക്കും. അങ്ങനെയൊക്കെ അവിടെ ഇപ്പോൾ ഉസ്താദുമാർ അടിക്കുമ്പോൾ ഇസ്സത്തില്ലല്ലോ നമുക്ക്. മനസ്സിലായില്ല? അല്ലെങ്കിൽ സുറക്കാക്കൾ ഇങ്ങനെ വഴക്കൂടുമ്പോൾ നമുക്കൊരു ഇസ്സത്ത് വരുന്നില്ല അന്നേരം. പക്ഷെ ആ ഇസ്സത്ത് വരായ്മ ഉണ്ട്. അതിൽ ദില്ലത്താണെങ്കിൽ ആ ദില്ലത്ത് കൊണ്ടല്ലാതെ ഇൽമു കരസ്ഥമാവുകയില്ല. മനസ്സിലായില്ല? ലാ ദുല്ല ഫീഹി ഇൽമിൽ ദില്ലത്തില്ല. ലാ യുദ്റഖു ഇൽമിനേക്ക് ചേരപ്പെടുകയില്ല ഇല്ലാ ബിദുല്ലിൻ ചില നിസാരത കൊണ്ടല്ലാതെ. ലാ ഇസ്സ ഫീഹി അതിലാണെങ്കിൽ അവന് ഇസ്സത്തും ഇല്ലതാനും. അവന് ഇസ്സത്ത് കാണിച്ച പിന്നെ നിസാരത വരത്തില്ലല്ലോ. ഉസ്താദുമാർ ചിലപ്പോൾ ചീത്ത പറയും, കൂട്ടുകാർ ചിലപ്പോൾ വഴക്ക് പറയും, ചിലപ്പം ചെലവ് കോളേജിൽ ക്യാൻറ്റീൻ ചിലപ്പോൾ ഇച്ചിരി വിഷമമുണ്ടാവും. ഇങ്ങനെ കുറേ അതൊന്നും നമുക്ക് ഇസ്സത്തില്ലാത്ത കാര്യമാണ്. അപ്പൊ അങ്ങനെ കുറെ ഇസ്സത്തില്ലാതെ നമുക്ക് ദില്ലത്ത് വന്നു, ഇസ്സത്തില്ലാതെ വരുമ്പോൾ ദില്ലത്ത് വന്നു. അങ്ങനത്തെ ദില്ലത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഇൽമു ഇഷ്ടം പോലെ കിട്ടും. വഖാലൽ ഖായിലു പറഞ്ഞവർ അറാലക നഫ്സൻ തസ്തഗീ അൻ തുഇസ്സഹാ ഫലസ്ത തനാലുൽ ഇസ്സ ഹത്താ തുദില്ലഹാ. മോനെ നിന്നെ ഞാൻ കാണുന്നല്ലോ, നിന്റെ നഫ്സിന് നീ നിന്റെ നഫ്സ് ആഗ്രഹിക്കുന്നു. അൻ തുഇസ്സഹ ആ നഫ്സിനെ നീ ഇസ്സത്താക്കാൻ നിന്റെ നഫ്സ് തന്നെ അവിടെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. പക്ഷെ മോനെ ഫലസ്ത തനാലു അൽ ഇസ്സ നീ ഉന്നതി എത്തിക്കുകയില്ല. ഹത്താ തുദില്ലഹ ആ നഫ്സിനെ നീ ദില്ലത്താക്കണം. അപ്പം ദില്ലത്താക്കണം നമ്മൾ ഭയങ്കര ദില്ലത്താവേണ്ടി വരും. ചിലപ്പോൾ ഭയങ്കര നിസ്സാര ഭയങ്കര വഷളാവേണ്ടി വരും. എന്നാൽ ഇൽമും നമുക്ക് കിട്ടും. ആ വഷളിന്റെ പിന്നെ നമുക്ക് കിട്ടുന്നത് ഉന്നതമായ ഇൽമുകളാണ്. മനസ്സിലായി? ഫസ്ലുൻ ഫിൽ വറായി ഹറാമിനെ തൊട്ട് സൂക്ഷിച്ചു നിൽക്കണം. ഫി ഹാലി തഅല്ലും തഅല്ലുമിന്റെ സന്ദർഭം ഹറാമുകൾ. തഅല്ലുമിന്റെ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നല്ല മാന എല്ലാ സമയത്തും ഹറാമിനെ വെടിയണം, അത് വേറെ വിഷയം. റവാ ബഅദുഹും ഹദീദൻ ഫീ ഹാദൽ ബാബ്
വറഇന്റെ ബാബിൽ തന്നെ ചില ആൾക്കാർ ഹദീസൊക്കെ റിപ്പോർട്ട് ചെയ്തു. അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ മൻ ലം യതവറഅ ഫീ തഅല്ലുമിഹി, അവന്റെ പഠിത്തത്തിന്റെ സന്ദർഭത്തിൽ അവന് വറഉള്ളവനല്ലെങ്കിൽ ഇബ്തലാഹു അല്ലാഹു അവനെ പരിശോധിക്കും ബി അഹദി സലാസത്തി അശ്യ, മൂന്നാലൊരു കാര്യം കൊണ്ട് അവനെ പരിശോധിക്കുന്നതാണ്. ഇമ്മാ അൻ യുമീതഹു ഫീ ശബാബിഹി, അവന്റെ യുവത്വത്തിൽ തന്നെ അല്ലാഹു അവനെ മരിപ്പിച്ചു കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, പഠിത്തത്തിൽ എന്തില്ല വറഇല്ലെങ്കിൽ പിന്നെ അവന്റെ യുവത്വ കാലഘട്ടത്തിൽ തന്നെ എന്തായി അവനെ അല്ലാഹു തആല മരിപ്പിക്കും. മനസ്സിലായില്ലേ? അല്ലാഹു റഹ്മനാണ്. അപ്പൊ ഇതാദ്യം അല്ലാഹു തആലയുടെ തീരുമാനമാണ്. ഇവൻ പഠിക്കാനിറങ്ങുമ്പോൾ ഇവൻ സൂക്ഷ്മതയില്ലാത്തവനാകും. സൂക്ഷ്മതയില്ലാത്തവനാകുമ്പോൾ എന്ത് ചെയ്യും? അവന്റെ ശവാബിൽ തന്നെ അല്ലാഹു തആല അവനെ എടുത്തു കളയും. യാ അല്ലാഹ്, അല്ലെങ്കിൽ ഔ യൂഖിഅഹു, അല്ലെങ്കിൽ അവനെ അല്ലാഹു തആല അവനെ സംഭവിപ്പിക്കും. ഫിർ റസാത്തിഖ് എന്നാ എന്തായിരിക്കും? ഫിർ റസാത്തിഖ് എന്നാ മാഷാ അല്ലാഹ് അല്ലേ. ഇതൊക്കെ എന്തായിരിക്കുന്നതാണ് സമയത്ത് നിങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നതുമില്ല, കണ്ണും പിടിച്ചില്ല. എന്താ ചെയ്യാൻ പോകുന്നത്? ഫിർ റസാനീഖ് എന്താണെന്ന് അറിയില്ല. ഐ ഫിൽ ഖുറാ ബൈന ഖൗമിൻ ജാഹിലീനാണ് അതിന്റെ അർത്ഥം. ജാഹിലീങ്ങളായ ആൾക്കാരുടെ ഇടയിൽ അവനെ കൊണ്ടിട്ടളയും. അല്ലാഹുവേ, നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെട്ടായിരിക്കോ? അല്ലെങ്കിൽ യബ്തലീഹി, അല്ലാഹു തആല അവനെ പരിശോധിക്കും. ബിഖിദ്മത്തി സുൽത്താൻ, ഭരണാധികാരികൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ടി വരും മുസ്ലിയാർ. അപ്പൊ അവന് ഹാസുല ഇൽമ അവൻ എന്ത് ചെയ്തു? പാഴാക്കേണ്ടി വരും. എന്താ ഇതിനല്ലേ? അങ്ങനെയൊക്കെയാണ് ഇപ്പം കണ്ടില്ലേ? ഖിദ്മത്ത് സുൽത്താൻ, രാജാവിന് സേവനം ചെയ്യേണ്ടി വരുന്ന ആലിമീങ്ങൾ പോയിട്ട്. അപ്പൊ ഇൽമ പോയി. ഫമഹ്മാ കാന ത്വാലിബുൽ ഇൽമി ഔറഅ, ഇൽമ തേടുന്നവൻ നല്ല സൂക്ഷ്മതയുള്ള ഉണ്ടാകുന്ന കാലത്തോളം കാന ഇൽമുഹു അൻഫഅ വത്തഅല്ലുമു ലഹു ഐസറു വഫവായിദുഹു അക്തറു. അലൈക്കും സലാം. മനസ്സിലായി? മഹ്മാ കാന ത്വാലിബുൽ ഇൽമി ഔറഅ, ഇൽമ തേടുന്നവൻ വറഉള്ള കാലത്തോളം കാന ഇൽമുഹു അൻഫഅ, അവന്റെ ഇൽമ ഏറ്റവും പ്രയോജനപ്രദമാകും. വത്തഅല്ലുമു ലഹു, അവനുള്ള പഠിത്തം ഐസറു, എല്ലാം എളുപ്പം പടപട പാഠങ്ങൾ നീങ്ങി പടപട എളുപ്പം പോകും. ഫവായിദുഹു അക്സറുഹു, ഈ വറഇന്റെ ഈ സൂക്ഷ്മതയുടെ ബറക്കത്ത് കൊണ്ട് അവന്റെ നേട്ടങ്ങൾ ഒരുപാട് വരും. ഫായിദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഫായിദ എന്ന് പറഞ്ഞാൽ മാ യകൂനു ശൈഉ ബിഹി അഹ്സന ഹാല, മാ യകൂനു ശൈഉ ബിഹി അഹ്സന ഹാല, എന്താണ്? മിൻഹു ബിഗൈരി. അതാ ഫായിദ. മനസ്സിലായില്ലേ? ഫായിദ അങ്ങനെയാണ്. അതല്ലാത്ത ഒന്നുകൊണ്ട് അഹ്സന ഹാലായി തീരുന്ന ഒന്ന്. അതിന്റെ ധൈര്യമാണ് പിന്നെ പറയാൻ.